ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വീണ്ടും പുതിയ ഒരു വീഡിയോ മണ്ടെത്തിയിരിക്കുകയാണ്. ഞാനാണ് കൂൾമമ്മാത്ത്. ഇന്ന് നമ്മൾ പോകുന്നതാണ് കുട്ടനാട്. കുട്ടനാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഞങ്ങൾ 5 പേരും കൂടി ഇന്ന് പോകുന്നത് ഫ്രോങ്സ് താഷിക്കിന്റെ ഫ്രോങ്സ് കാർ. കൂൾമമ്മദ് ഇല്ലാതെ ഈ ബെൽറ്റ് ഒരു ട്രിപ്പിനും പോകാറില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ട്രിപ്പിന്റെ ഫുൾ ചെലവ് നോക്കുന്നത് കൂൾമമ്മദാണ്. എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു പിടിക്കായില്ലാത്തവനാണ് കൂൾമമ്മദ്. എന്റെ ചേട്ടത്തെ വിളിച്ചു, ഞാൻ ഓടിക്കേറി വന്നു. അതാണ് എന്റെ ചേട്ടത്തി. സ്നേഹത്തിനൊരു രൂപമുണ്ടെങ്കിൽ അതാണ് എന്റെ ചേട്ടത്തി മഷിത ആഷിഖ്. ചേട്ടൻ പിഴയാണെങ്കിലും ചേട്ടത്തി അത്ര പിഴയല്ല. 5 നേരം എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ മാത്രം മതി. എത്ര സ്നേഹം വേണമെങ്കിലും തരും. ഫ്രണ്ട് സീറ്റിലിരിക്കുന്നതാണ് എന്റെ കൂട്ടുകാരൻ തൗഫിക് ബീഡി. ഇവന്റെ വിചാരം ഞങ്ങൾ സ്നേഹം കൊണ്ടാണ് ഇവനെ പിടിച്ച് ഫ്രണ്ട് ഇരുത്തിയതെന്നാണ്. എന്നാൽ അങ്ങനല്ല. ചൂടുള്ള വെയിൽ ഒരു കാരണവശാലും ബാക്കിലോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവനെ ഫ്രണ്ടിൽ ഇരുത്തിയത്. കാരണം എത്ര കട്ടിയുള്ള വെയിലാണെങ്കിലും ഇവന്റെ മീശ തട്ടി അതങ്ങ് നിൽക്കും. എന്റെ ഒച്ചാപ്പ് ഉമ്മറിന് പോലുമില്ല ഇത്രയും കട്ടിയുള്ള മീശ. അപ്പോഴാണ് ഞങ്ങൾ തൗഫിക് ബീഡിയുടെ മൂക്കിലെ ആ കുരു കണ്ടത്. ഏതോ ഭാഗ്യം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തൊരു പെണ്ണ് ഇവനെ മോഹിക്കുന്നു. അവളെ അധോഹതിക്കാലം കയ്യെത്താ ദൂരത്ത് നിൽക്കുന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയത് ഒരു കുടുംബശ്രീ കടയിലാണ്. കാരണം വണ്ടിയിൽ ചേട്ടത്തി മാഷിത ഉണ്ടായതുകൊണ്ട് എന്തും തിന്നാനുള്ള സാധ്യതയുണ്ട്. പോകുന്ന സ്ഥലത്തെത്തുന്നതിന് മുമ്പ് ചെലവുകൾ കൂട്ടണമെന്നും പറഞ്ഞാണ് ഞങ്ങൾ ഇവിടെ കയറിയത്. ഹോട്ടലിൽ കയറിയ ഉടനെ തൗഫിക് ബീഡി പൈപ്പിലെ വെള്ളം തുറന്നു വിട്ടു. ഹോട്ടലിൽ കയറിയ ഉടനെ കലിപ്പനായ എന്റെ ചേട്ടൻ മാഷിത അടുത്ത് പറഞ്ഞു 3 ഇടിയപ്പമേ മേടിച്ചെടുത്തോളൂ. ആ ദേഷ്യമാണ് ഈ മുഖത്ത് റിഫ്ലക്ട് ചെയ്ത് കാണുന്നത്. അങ്ങനെ കൂൾമമ്മേനുള്ള ഫുഡ് വന്നു. എനിക്ക് ഇഡ്ഡലിയാണ് ഇഷ്ടം. ഇഡ്ഡലി നിങ്ങൾക്ക് എന്താ ഇഷ്ടം? കമന്റ് ചെയ്യുക കേട്ടോ. ചേട്ടത്തി ഫുഡ് വാരി പൊത്തുന്ന കണ്ടപ്പോൾ അതേ കണക്ക് തിന്നാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എന്നെ കൊണ്ട് സാധിച്ചില്ല. ചേട്ടത്തി തന്നെ ജയിച്ചു. അങ്ങനെ ഹോട്ടലിൽ ഒരുപാട് നേരം ഇരിക്കാതെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇനിയും ഹോട്ടലിൽ അധിക നേരം ഇരുന്നാൽ ട്രിപ്പ് നടക്കില്ല. ചേട്ടത്തി നല്ലോണം തിന്നും. അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന എന്റെ ചേട്ടൻ വണ്ടിയുടെ ടയറിന് കാറ്റ് കുറവാണെന്നും പറഞ്ഞു ഒരു കാറ്റടിക്കുന്ന കടയിൽ നിർത്തി. 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ആ വണ്ടിക്ക് കാറ്റടിക്കുക, പിന്നൊന്ന് പെണ്ണുമ്പിള്ളെടുത്തിരിക്കുക. പോകുന്ന വഴിക്ക് മഴ പെയ്തതുകൊണ്ട് തന്നെ അവന്റെ മനസ്സ് പെട്ടെന്നൊന്ന് ചാഞ്ചാടി. അങ്ങനെയാണ് അവൻ കാറ്റടിക്കുന്ന കടയെ വണ്ടി സൈഡാക്കിയത്. അപ്പോഴാണ് ഞാൻ എന്റെ ഷുട്ടുമണിക്ക് അയച്ച ഈ വീഡിയോ ചേട്ടത്തി കണ്ടത്. നിന്നെ കിട്ടാൻ വേണ്ടിട്ട് കൊച്ചു ജനിക്കാൻ ഈ പറഞ്ഞത് എന്നെ പറ്റിയാണ്. എന്റെ വാപ്പ അലിയാർ ഉരുളി കമത്തിയ കണക്ക് ഇവർ ജീവിതത്തിൽ ഒരിക്കലും ഉരുളി കമത്തില്ല എന്നാണ് പറഞ്ഞത്. കാപ്പി കുടിച്ച് വയറ് നിറഞ്ഞുടനെ അടുത്ത ഡയറി മിൽക്ക് പൊത്തുന്നു. ട്രിപ്പിന്റെ ബഡ്ജറ്റിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്റെ ചേട്ടത്തിയുടെ തീറ്റയാണ്. എന്നിട്ടാണ് ഈ തോന്നിവാസങ്ങൾ എന്നെ പറ്റി പറഞ്ഞത്. പുലരിപ്പും ചിരിയാൽ ഉലകങ്ങൾ ചാർത്തും പൂമംഗബി ഹാജറാ പേരിമ്പപ്പൂ ഹാജറാ. അങ്ങനെ എന്റെ ചേട്ടൻ കറങ്ങിത്തിരിഞ്ഞ് പെണ്ണുപിള്ളയുടെ തന്നെ വന്നിരുന്നു. അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോയുമായി കൂൾമമ്മദ് എത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാരും ഒന്ന് ഫോളോ ചെയ്യണേ.